ക്രൂരവും ഹീനവുമായ മാർഗമാണ് സി പി എമ്മും ബി ജെ പിയും ചേർന്ന് നടത്തിയത്. ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ മത്സരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെയും പറഞ്ഞു, ഞാനൊരു കന്നി മത്സരക്കാരനാണ്, ഞാനൊരു തുടക്കക്കാരനാണ്. ഇതിന് നേതൃത്വം കൊടുത്തിരുന്ന നേതാക്കന്മാരെല്ലാം തുടക്കക്കാരായിട്ട് തന്നെ കടന്നു വന്നവരാണ്. ആ വരുന്ന ഒരാളെ നിങ്ങൾ രാഷ്ട്രീയം പറയുന്നതിനപ്പുറം കള്ളപ്പണക്കാരനാക്കാൻ ശ്രമിക്കുക, വളരെ ബോധപൂർവമായൊരു അജണ്ട. ഒന്നാലോചിച്ച് നോക്കുക, എത്ര ദിവസമാണത് ഇവർ എന്നെ നിഴലിൽ നിർത്താൻ ശ്രമിച്ചത്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഉദ്ദേശം? ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മാൻഡേറ്റിന്, ജനഹിതത്തെ അട്ടിമറിക്കുവാൻ ബോധപൂർവം ഒരു ശ്രമമല്ലേ നടത്തിയത്. ഞാൻ ഈ സമയത്ത് ഏറ്റവും അധികം നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോഴാണല്ലോ പോലീസ് അന്വേഷണത്തിലൂടെയും മറ്റും നിഗമനങ്ങളിലൂടെയും മറ്റും പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് കണ്ടെത്തിയത്. പെട്ടിക്കകത്തും ഇവരുന്നയിക്കുന്ന രാഷ്ട്രീയത്തിനകത്തും ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ പാലക്കാട്ടെ ജനങ്ങൾക്ക് ഹൃദയാഭിവാദ്യം അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ വിശ്വസിച്ച് മാൻഡേറ്റ് മറ്റൊന്നായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് എങ്ങനെയായിരുന്നു ഇത് ചർച്ച ചെയ്യാൻ കഴിയുക? അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ പ്രബുദ്ധരാണ് എന്നുള്ളൊരു ബോധ്യം, ആ ഒരു ബോധം ഇനിയെങ്കിലും ഈ സി പി എമ്മിൻ്റെ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് വേണം. ഇപ്പോൾ ബി ജെ പി രണ്ടാമത് നിൽക്കുന്നൊരു മണ്ഡലത്തിൽ ബി ജെ പി ഹീനമായ മാർഗ്ഗം നടത്തുന്നത് നമുക്ക് കൺവിൻസിങ് ആണ്. അവരൊന്നാമതെത്താൻ വേണ്ടി ഏത് ഹീനമായ മാർഗ്ഗം ഉപയോഗിക്കുന്നവരുമാണ്. പക്ഷേ ബി ജെ പി രണ്ടാമത് നിൽക്കുന്നൊരു മണ്ഡലത്തിൽ ബി ജെ പിയെ ജയിപ്പിക്കുവാൻ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ, ഒരു മന്ത്രിയും ആ മന്ത്രിയുടെ അളിയനും നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയ നാടകം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ജലരേഖയ്ക്ക് പോലും ഇതിനേക്കാൾ തെളിച്ചുണ്ടാകും അല്ലേ? കുറച്ച് നേരത്തേക്കെങ്കിലും വെള്ളത്തിൽ വരയ്ക്കുന്നൊരു വര അതങ്ങനെ തന്നെ നിൽക്കുമല്ലോ. അത്ര പോലും ആയുസില്ലാത്ത വാദങ്ങളാണ് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും സംസ്ഥാന സെക്രട്ടറിയും അധ്യക്ഷനും പറയുന്നത് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന രാഷ്ട്രീയത്തെ പറ്റി വിലയിരുത്തണം. എന്തായാലും ഇത് ഞങ്ങളങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടി അവർ മടക്കാനിരിക്കുകയല്ലോ നമ്മളീ പെട്ടി ഇനിയും മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഈ വിഷയത്തിനകത്ത് അന്ന് രാത്രിയിൽ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ്റെയും ശ്രീമതി ബിന്ദു കൃഷ്ണയുടെയും മുറിക്കകത്തേക്ക് ഇടിച്ചു കയറി യൂണിഫോം ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള തോന്നിവാസം, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ ആക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ഇതിനെല്ലാം സി പി എം നിയമപരമായി കൂടി ബി ജെ പിയും നിയമപരമായി കൂടി മറുപടി പറയേണ്ടി വരും. തീർച്ചയായിട്ടും അതിൻ്റെ പേപ്പറുകളെല്ലാം ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ മൂവ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ശ്രീമതി ബിന്ദു കൃഷ്ണനും അതുപോലെ തന്നെ നമ്മുടെ ഷാനിമോൾ ഉസ്മാനും അവർ വേറെ കംപ്ലൈൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ വിഷയങ്ങൾക്കകത്തൊക്കെ ഞങ്ങൾ പിന്നോട്ടില്ല. ഞാൻ അന്ന് നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു വിഷയത്തിനകത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവർക്ക് പിന്നീട് ഇത് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാകില്ല. ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ്. നമ്മൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ശ്രീമതി വി ഡി സതീശൻ നിർമ്മിച്ചു എന്ന് പറഞ്ഞ വീഡിയോയെ പറ്റിയിട്ട് പിന്നീട് നമ്മൾ കേട്ടിട്ടില്ല. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉന്നയിച്ച ഒരു ആരോപണങ്ങളെ പറ്റിയിട്ടും പിന്നീട് കേട്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇവർ ഓരോ വിഷയം, ഇപ്പോൾ വടകരയിലെ കാഫർ, പിന്നീട് നമ്മളാണത് ടേക്കപ്പ് ചെയ്യുന്നത്. എനിക്കിനി മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, അപ്പോൾ നിങ്ങളിൽ എല്ലാവരെയും പറ്റിയല്ല പറയുന്നത്, പക്ഷേ നമ്മൾ പറയുമ്പം ഞാൻ ഒരുപാട് സ്പെസിഫിക് ആകാൻ ഉദ്ദേശിക്കുന്നത് ജനറലി പറയുകയാണ്. ഈ സാധാരണ ഈ ക്ലാസ്സിൽ സ്ഥിരമായി കുട്ടികളെ വഴക്ക് പറയുമ്പോൾ കേൾക്കുന്ന മുഴുവൻ ക്ലാസ്സിനകത്തുണ്ടായിരുന്ന കുട്ടികൾ തന്നെയാണ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ആ ജനറലിൽ എടുത്താൽ മതി. നിങ്ങൾ ചില മാധ്യമങ്ങളെങ്കിലും ഇവരുടെ ഈ പ്രചാരണത്തിന് അതിനേക്കാൾ വേഗതയും ആവേശവും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത തിരുത്തൽ വരുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഈ മാധ്യമങ്ങൾ, അന്ന് വാർത്ത കൊടുത്തിട്ടുള്ള മാധ്യമങ്ങളെ എനിക്കറിയാമല്ലോ, ആ മാധ്യമങ്ങൾ ഈ തിരുത്തൽ വാർത്തയ്ക്ക് കൊടുക്കുന്ന ആവേശം കൂടി ഞാൻ നോക്കുകയാണ്. അതല്ല എങ്കിൽ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂടി ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെടുന്നതെന്ന് അന്ന് വാർത്തകൾ വരുമ്പോൾ നിങ്ങൾ കൊടുക്കണം. പക്ഷെ വാർത്തകൾ സൃഷ്ടിക്കുന്ന ആളുകളായി, ബോധപൂർവം സൃഷ്ടിക്കുന്ന ആളുകളായി നിങ്ങൾ മാറാൻ പാടില്ല. ആ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അത് റീക്രിയേറ്റ് ചെയ്യുന്ന ആളുകളായി മാറാനും നിങ്ങൾ പാടില്ല. അതിനകത്തൊക്കെ കൃത്യമായി നിങ്ങളും ഒരു തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മാൻഡേറ്റ് കൃത്യമായി വരട്ടെന്നേ. അത് ആരെങ്കിലും ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ സഹായിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണി, ഒരു സ്ഥാനാർത്ഥിയെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള നയം പാർട്ടി ചാനലുകൾ എടുക്കട്ടെ, അത് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെയുള്ള ചാനലുകൾക്കും പാർട്ടി ചാനലുകൾക്കും തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് ജനങ്ങൾക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം അത്തരം മാധ്യമ സ്ഥാപനങ്ങൾ കാണിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഗൂഢാലോചനയുണ്ട്. ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഒരു മാധ്യമ പ്രവർത്തകൻ, മുൻകാലങ്ങളിൽ മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തൊരു വലിയ വിഭാഗം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തത്. എടുത്ത് തോട്ടിക്കളയാൻ കൃഷ്ണദാസേട്ടൻ തന്നെ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാവരും എന്ന് പറയുന്നില്ല, മന്ത്രിയുടെ അളിയൻ, ബി ജെ പിയുടെ
ഉന്നതനായ നേതാവ്, ഈ ഒരു 3, 4, 5 പേരുടെ ഒരു കൂട്ടായ്മ. അതാണ് പിന്നീട് പി കെ ഫിറോസ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇവരുടെ ഒരു കൂട്ടായ്മയിലൂടെ വിരിഞ്ച ആശയം, ആവിഷ്കാരം, സംവിധാനം എല്ലാം ഇവർ തന്നെയായിരുന്നു. ആ ഗൂഢാലോചന ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള പരാതികളിൽ പുറത്തു വരും. അതല്ലെങ്കിൽ തന്നെ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ ആരൊക്കെയായിരുന്നു അതിന് പിന്നിലെന്ന്. ഇപ്പോൾ തന്നെ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ.